നാടിന്റെ പ്രിയപ്പെട്ട പുത്രൻ അർജുന് വിട നൽകാൻ ഒരുങ്ങുകയാണ് ജന്മനാട്. അവിടെ വിലാപയാത്ര അല്പസമയത്തിനകം തന്നെ കണ്ണാടിക്കൽ ടൗണിലേക്ക് എത്തിച്ചേരും. അവിടെ നിന്നും വിലാപയാത്രയായി തന്നെയാണ് വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കുക. സംസ്കാരം ഉച്ചയോടെ നടക്കും. റിയാസ് KM ജോസഫ് ആണ് വിവരങ്ങളുമായി ചേരുന്നത്. റിയാസിലേക്ക് ആദ്യം. റിയാസ്, വിലാപയാത്ര ഇപ്പോൾ എവിടെ എത്തി? അവിടെ നിന്ന് എങ്ങനെയാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്? ലിബീഷ്, ഇപ്പോൾ അർജുൻ്റെ മൃതദേഹം വഹിച്ചുള്ള പുള്ളാടിക്കുന്നിലാണ്. പുള്ളാടിക്കുന്നിൽ അർജുൻ്റെ സഹപ്രവർത്തകരായ ലോറി ഡ്രൈവർമാർ ആംബുലൻസിനെ അനുഗമിക്കുന്നുണ്ട്. അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് വിലാപയാത്ര പുറപ്പെട്ട് എന്നുള്ളതാണ്. അല്പസമയത്തിനകം തന്നെ ആ വിലാപയാത്ര ആംബുലൻസ് ഇവിടെ എത്തും. അതിനുശേഷം ഈ കണ്ണാടിക്കലിൽ നിന്നും ആംബുലൻസിൽ നിന്നും ഇറക്കി നാട്ടുകാർ കൂടി കാൽനടയായാണ് വീട്ടിലേക്ക് ഈ ഭൗതികദേഹം കൊണ്ടുപോവുക. എല്ലാവരും കാത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ട അർജുൻ അവസാനമായി വരുന്ന ഒരു നോക്ക് കാണാനായി പലയിടങ്ങളിൽ നിന്നും നേരത്തെ ബിഷപ്പ് വർഗീസ് ചക്കാലയ്ക്കൽ പറഞ്ഞതുപോലെ ഇതൊരു മനുഷ്യരുടെ ഒരു സഹോദരൻ കൂടി അർജുന് വേണ്ടിയുള്ള ഈ ഇടപെടലിൽ, പ്രാർത്ഥനകളിൽ ഒക്കെ നമ്മൾ കണ്ടു എന്നുള്ളതാണ്. ഇവിടെ പല ആളുകളുണ്ട്. എവിടെ നിന്ന് വരുന്നു? നാട്ടുകാരാണ്. ഇവിടെ ആൾ തന്നെ. അർജുന് അവസാനമായി ഒരു നോക്കുകയാണ് ഇവിടുത്തെ ആൾ തന്നെയാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെ. ഈ നാട്ടുകാരനാകുമ്പോൾ അർജുനെ കുറിച്ചുള്ള ഓർമ്മകളും ഉണ്ടാവുമല്ലോ. കുറച്ച് ചെറിയ ഓർമ്മകളും കൂടുതൽ പരിചയമൊന്നുമില്ല അവനായിട്ട്. ഞാൻ വണ്ടിയിൽ ഡ്രൈവറാണ്. ലോറി അല്ല, ഞാൻ ചെറിയ മിനി ലോറിയിൽ. എന്തായാലും അർജുൻ്റെ വിയോഗം വല്ലാത്തൊരു തീരാനഷ്ടമാണ്. എല്ലാവർക്കും വളരെ ദുഃഖമുള്ളൊരു കാര്യമാണ്. അങ്ങനെയുള്ള ഒരാളാണ് അവനും അവൻ്റെ അച്ഛനും വീട്ടുകാരും എല്ലാം അതുപോലെ തന്നെയാണ്. എല്ലാവർക്കും ഭയങ്കര മാനസിക വിഷമമുണ്ട് അവനെ സംബന്ധിക്കുന്നത്. ഇവിടെ പ്രദേശവാസിയാണല്ലേ? അതെ അതെ. അർജുൻ്റെ പിതാവ് പാലൊക്കെ, എല്ലാ വീടുകളിലും പാലൊക്കെ എത്തിക്കുന്ന ആളായിരുന്നു. പാലെത്തിക്കുകയും ചെയ്യും. വെളുപ്പിന് 5:5 ആകുമ്പോൾ ഇവിടെ കണ്ണാടിക്കലും പാല് കൊണ്ടുവരും. എനിക്ക് നല്ല പരിചയമുള്ള ആളാണ് പ്രേമൻ. പത്രം ഇടുന്ന ആളായിരുന്നു മകൻ അർജുൻ. പത്രം ഇടലുണ്ടായിരുന്നു ചെറുപ്പത്തിൽ. അപ്പം എല്ലാ വീട്ടുകാർക്കും സുപരിചിത, നാട്ടുകാർ എല്ലാവർക്കും അറിയാവുന്ന ആളുകൾ. ലിബീഷ്, അർജുനെ രണ്ട് രീതിയിലാണ് നാട്ടുകാർക്ക് അറിയുക. ഒന്ന് പൊതുരംഗത്ത് ഇടപെട്ട അർജുൻ, അതിലുപരി ഇവർ പറഞ്ഞതുപോലെ ചെറുപ്പത്തിൽ ഈ പ്രദേശത്തെ വീടുകളിൽ പത്ര ഏജന്റ് എന്ന രീതിയിൽ പത്രമിടാൻ പോയി ന്യൂസ് പേപ്പർ ബോയിയായി തുടങ്ങിയ അർജുൻ അങ്ങനെ എല്ലാ വീടുകളിലേക്കും പത്രം എത്തിക്കുന്ന അർജുനെ എല്ലാ മനുഷ്യർക്കും ചെറുപ്പം മുതൽ തന്നെ ഈ നാട്ടുകാർക്ക് സുപരിചിതനാണ്. അതിലുപരി അർജുൻ്റെ അച്ഛൻ പ്രേമൻ, അദ്ദേഹം എല്ലാ വീടുകളിലും പാല് എത്തിക്കുന്ന ഒരാളാണ്. ഈ അർജുൻ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ പെട്ടു എന്ന് ഈ നാട്ടുകാർ അറിയുന്നത് പതിവ് പോലെ അർജുൻ്റെ പിതാവ് പ്രേമൻ ഈ പാല് എത്തിക്കാതെ ഒരു ദിവസമുണ്ടായി. അത് ജൂലൈ 16 അന്നാണ് ഈ നാട്ടുകാർ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അർജുനെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായിരിക്കുന്നു എന്ന് വ്യക്തമായത്. നമുക്കിപ്പോൾ ഇതിൻ്റെ തൊട്ടുപിറകിൽ ദൃശ്യങ്ങളിൽ നിന്നും കാണാം. വലിയ ആൾക്കൂട്ടമാണ് ഇവിടെ കണ്ണാടിക്കൽ ടൗണിൽ പ്രിയപ്പെട്ട അർജുനെ ഒരു നോക്ക് കാണാനായി, അവസാനമായി ഒരു നോക്ക് കാണാനായി ഇവിടെ എത്തിയിട്ടുള്ളത്. അതിൻ്റെ ഒരു വലിയ ഗതാഗത കുരുക്ക് തടസ്സം അനുഭവപ്പെടുന്നുണ്ട്. അർജുൻ്റെ വീട്ടിലേക്കുള്ള വഴിയിലെല്ലാം തന്നെ ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിച്ചിരുന്നു. ആ ഭാഗത്തേക്ക് ജനപ്രതിനിധികളുടെ വാഹനങ്ങളും മാധ്യമപ്രവർത്തകരുടെ വാഹനങ്ങളും മാത്രമാണ് കടത്തി വിടുന്നത്. മറ്റെല്ലാ വാഹനങ്ങളും തന്നെ ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിച്ചു. അടിയന്തര സാഹചര്യമുള്ള വാഹനങ്ങൾ മാത്രമാണ് കടത്തിവിടുന്നത്. എന്നിട്ട് കൂടി ഈ പാതയിൽ വലിയ ഒരു ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നതിൻ്റെ ഒരു കാരണം അത്രയധികം ആളുകൾ അർജുനെ ഹൃദയത്തിലേറ്റിയ മനുഷ്യരെല്ലാം ഈ റോഡിലേക്ക് എത്തിയിരിക്കുന്നു. അവസാനമായി പ്രിയപ്പെട്ട അർജുനെ ഒരു നോക്ക് കാണുക എന്ന ലക്ഷ്യത്തോടു കൂടി അർജുൻ കടന്നു വരുന്നതിന് ഓരോരുത്തരും ഈ പുളാടിക്കുന്ന ഭാഗത്തേക്ക് കണ്ണുനട്ട് നിൽക്കുന്ന ഒരു കാഴ്ച, കണ്ണുനട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. ഇതിൽ പലതരത്തിലുള്ള ആളുകളുണ്ട്, എല്ലാത്തരം മനുഷ്യരുമുണ്ട്, ആബാലവൃദ്ധം ജനങ്ങളുണ്ട്, വീട്ടമ്മമാരുണ്ട്. കാരണം അവർക്കൊക്കെ ഈ അർജുൻ മാനസികമായി പ്രിയപ്പെട്ടവനായിരുന്നു. അത് ഈ നാട്ടുകാരെ സംബന്ധിച്ച് പണ്ട് മുതലേ അർജുൻ പ്രിയപ്പെട്ടവനായിരുന്നു. ചെറുപ്പം മുതൽ അർജുൻ ന്യൂസ് പേപ്പർ ബോയിയായി തുടങ്ങിയ കാലഘട്ടം മുതൽ തന്നെ ഈ നാട്ടുകാർക്ക് സുപരിചിതനായിരുന്നു. അതിലുപരി ഈ നാട്ടുകാരുടെ എല്ലാം പ്രിയപ്പെട്ട പ്രേമേട്ടൻ്റെ മകനാണ്. പ്രേമേട്ടൻ എന്ന് പറയുന്നത് നാട്ടിലെ
വീടുകളിൽ പാൽ എത്തിച്ചേരുന്ന മനുഷ്യനാണ്. ആ മനുഷ്യൻ്റെ മകൻ എല്ലാവരോടും സൗമ്യമായി പെരുമാറുന്ന ഒരു കുടുംബത്തിലെ അംഗം. അങ്ങനെ നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ട കണ്ണാടിക്കലിൻ്റെ ഹൃദയസ്പന്ദനമായി തീർന്ന, കേവലം ഒരു ആലങ്കാരിക പദമല്ല എന്ന് വീണ്ടും ആവർത്തിക്കുകയാണ്. കാരണം അത്രമേൽ എല്ലാ വീട്ടിലേക്കും വാർത്തകൾ എത്തിച്ചിരുന്ന അർജുൻ തന്നെ വലിയൊരു വാർത്തയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അതിലെ ഏറ്റവും വൈരുദ്ധ്യം. സത്യമാണ്. കാരണം ചെറുപ്പത്തിൽ ഉപജീവന മാർഗം കൂടിയായി എടുത്തതാണെങ്കിൽ കൂടിയും എല്ലാ വീടുകളിലും വാർത്ത എത്തിച്ചിരുന്ന അർജുൻ ഏറ്റവും ഒടുവിൽ വലിയ വാർത്തയായി മടങ്ങുന്നു എന്നുള്ള ദുഃഖകരമായ, വേദനിപ്പിക്കുന്ന ഒരു അവസ്ഥ ആർക്കും ഇത്തരമൊരു സ്ഥിതി ഉണ്ടാവാതിരിക്കട്ടെ. പക്ഷെ അപ്പോഴും നമ്മൾ കാണുന്നത് ഒരു മനുഷ്യനും ഇനി ഏത് കാലത്തും അവകാശപ്പെടാനാവാത്ത വിധം മലയാളിയുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ, ഗംഗാവലിപ്പുഴയുടെ അടിത്തട്ടിലല്ല മാത്രമല്ല അർജുൻ ഉണ്ടായിരുന്നത്, അതിനപ്പുറം മലയാളിയുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ അടിത്തട്ടിലാണ് അർജുൻ ഇപ്പോൾ വിശ്രമിക്കുന്നത്. ആ അർജുന് വേണ്ടി ഓരോ മലയാളിയും നെഞ്ചുരുകി പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അമ്പലങ്ങളിൽ അർജുൻ ജീവനോടുകൂടിയോ അല്ലെങ്കിൽ അർജുനെ കണ്ടെത്താൻ വേണ്ടി, അത് ഏറ്റവും ഒടുവിൽ പ്രതീക്ഷയറ്റ കാലത്ത് ഇനിയും മൃതദേഹം കണ്ടെത്താനൊക്കെ വേണ്ടി അമ്പലങ്ങളിൽ പൂജ നടക്കുന്നു. പള്ളികളിൽ വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് ശേഷം പ്രത്യേക പ്രാർത്ഥനകൾ നടക്കുന്നു. ചർച്ചകളിൽ പ്രാർത്ഥനകൾ നടക്കുന്ന ഒരു കാഴ്ച. ഒരു ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ എല്ലാ മനുഷ്യരും കൈകോർത്ത് പിടിച്ച് ഓരോരുത്തർക്കും അർജുൻ അത്രമേൽ പ്രിയപ്പെട്ടവനാണ് എന്ന് വ്യക്തമാകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ട 75 ദിനരാത്രങ്ങളാണ് പിന്നിട്ട് പോകുന്നത്. മാനുഷികതയുടെ ഏറ്റവും വലിയ മുഖമുദ്രയായി അർജുനിനി ജനഹൃദയങ്ങളിലാണ് ജീവിക്കുക. അതുതന്നെയാണ് ഈ ജനസഞ്ചയം. ഇവിടെ തടിച്ചുകൂടിയ 1000-ലേറെ വരുന്ന ജനങ്ങൾ. കണ്ണാടിക്കൽ ടൗണിന് ഈ ജനസഞ്ചയത്തെ ഉൾക്കൊള്ളാനാവാത്ത വിധം കണ്ണാടിക്കൽ ടൗൺ വീർപ്പുമുട്ടുകയാണ്. കാരണം ഇതൊരു കൊച്ചു പട്ടണമാണ്. ഈ കൊച്ചു പട്ടണത്തിൽ ഇതിന് താങ്ങാവുന്നതിനും അപ്പുറമുള്ള ഒരു ജനസഞ്ചയം ഇവിടേക്ക് വരുന്ന ഒരു സ്ഥിതി. തൊട്ടപ്പുറത്തുള്ള കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗത്ത് ഉൾപ്പെടെ കയറിക്കൊണ്ട് ആളുകൾ അവസാനമായി ഒരു നോക്ക് അർജുൻ്റെ ഭൗതികദേഹം കാണണമെന്ന ആഗ്രഹത്തോടെ ഇവിടെ എത്തിയ ആളുകൾ, അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളുണ്ട്, വീട്ടമ്മമാരുണ്ട്, അങ്ങനെയുള്ള എല്ലാത്തരം ജനങ്ങളും ഇവിടെയുണ്ട്. പോലീസും ഒപ്പം സന്നദ്ധ പ്രവർത്തകരുമെല്ലാം തന്നെ ഗതാഗത നിയന്ത്രണത്തിന് വളരെയധികം പണിപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ട അർജുൻ ഏതാനും നിമിഷങ്ങൾക്കകം ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ്. ഇവിടെ പലതരത്തിലുള്ള ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല കർണാടകയിൽ നിന്നുൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നേരത്തെയാണ് കർണാടക PCCയുടെ ജനറൽ സെക്രട്ടറിയായ മലയാളി ഷാഹിദ് തെക്കിൽ നമ്മളോട് സംസാരിച്ചത്. അങ്ങനെയുള്ള ആളുകൾ, അദ്ദേഹം പറഞ്ഞത് കർണാടകയിൽ നിന്ന് പോലും ആളുകൾ എത്തുന്നു. ഈ ഭൗതികദേഹം വഹിച്ചുള്ള യാത്രയ്ക്കൊപ്പം കർണാടകയിലെ കർവാറിലെ സതീഷ് സെയിൽ MLA ഉണ്ട് എന്നുള്ളതാണ്. സതീഷ് സെയിൽ MLA ഉണ്ട്. ഒപ്പം തന്നെ ഈശ്വർ മാൽപ്പയുടെ പേര് നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കാതിരിക്കുന്നത് ശരിയല്ല. കാരണം അർജുനെ ഒരു നോക്ക് നമുക്ക് കണ്ടെത്താനുള്ള പരിശ്രമത്തിൽ പലതവണ ഗംഗാവലിപ്പുഴയുടെ ആഴങ്ങളിലേക്ക് ഊളിയിട്ട് ആ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടപ്പോഴും പ്രതീക്ഷ കൈവിടാതെ നിന്ന ഈശ്വർ മാൽപ്പെ, അദ്ദേഹവും ഈ ഒരു യാത്രയ്ക്കൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ഓരോ മലയാളിയും നമ്മളടക്കം വേദനയോടുകൂടി